പൊതുവിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് ഇടതുമുന്നണിയിലെ രണ്ട് മന്ത്രിമാർ പരസ്പര വിരുദ്ധമായി സംസാരിച്ചത് വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണിപ്പോൾ. SSLC പരീക്ഷ ജയിച്ചവർക്ക് പോലും ശരിയായി എഴുതാനും വായിക്കാനും അറിയില്ലെന്നും പണ്ടൊക്കെ SSLCക്ക് പാസ് മാർക്ക് നേടാൻ പോലും വലിയ പാടായിരുന്നുവെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ രംഗത്ത് വരികയുണ്ടായി. SSLC കഴിഞ്ഞ് ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന നിരീക്ഷണം വസ്തുതാവിരുദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. 1ാം ക്ലാസ് പിന്നിടുന്ന വിദ്യാർത്ഥി മലയാളം അക്ഷരമാല പഠിക്കുമെന്ന് ഉറപ്പാക്കുന്ന പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നതെന്ന വിശദീകരണമാണ് ശിവൻകുട്ടി നൽകുന്നത്. ഇങ്ങനെ ഒരു പരിഷ്കരണം എപ്പോഴാണ് നടക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ സമ്മതിക്കുമ്പോൾ തന്നെ സജി ചെറിയാനെ എന്തിനാണ് വിമർശിക്കുന്നത്? ഇത്ര കാലമായിട്ടും ഇത് നടപ്പാക്കിയിട്ടില്ലെന്ന് പറയാതെ പറയുകയല്ലേ വിദ്യാഭ്യാസ മന്ത്രിയും ചെയ്യുന്നത്? 1ാം ക്ലാസ് എന്നല്ല, പിന്നീടുള്ള 9 ക്ലാസ്സുകളും കഴിഞ്ഞാലും മാതൃഭാഷയിൽ പ്രാഥമികമായ ജ്ഞാനം പോലും വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. SSLCയുടെ ഉത്തരക്കടലാസുകൾ പരിശോധിക്കുന്നവർക്ക് ഇക്കാര്യം ബോധ്യപ്പെടും. എന്തൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ് വികൃതമായ ഭാഷയിൽ ചില വിദ്യാർത്ഥികൾ എഴുതി വെക്കുന്നത്. SSLC +2 പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് 6 മാസം മുൻപ് അധ്യാപകരുടെ ശില്പശാലയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പറഞ്ഞ കാര്യം തന്നെയാണ് മന്ത്രി സജി ചെറിയാനും ആവർത്തിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം മുൻനിര യൂറോപ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്നും അതിന്റെ സ്ഥാനത്ത് ഇപ്പോൾ കേരളം ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളുമായി ഒത്തുചേർന്നിരിക്കുകയാണെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞത് ഇടതുമുന്നണി സർക്കാരിനെ വെട്ടിലാക്കി. ശരിയായി എഴുതാനോ വായിക്കാനോ കഴിവില്ലാത്ത വിദ്യാർത്ഥികൾക്ക് A+ ഗ്രേഡ് നൽകുകയാണെന്നും A+കാരെ സൃഷ്ടിക്കുന്നതിന് ഉദാരമായി മാർക്ക് നൽകുന്ന രീതി അവസാനിപ്പിക്കണമെന്നും ഷാനവാസ് പറയുകയുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുമുന്നണി സർക്കാർ തങ്ങളുടെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിനിടെയാണ് അതിന്റെ പൊള്ളത്തരം തുറന്നുകാട്ടുന്ന രീതിയിലുള്ള വിമർശനം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത്. ഇതൊന്നും സർക്കാരിന്റെ നയമല്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് അന്ന് മന്ത്രി ശിവൻകുട്ടി ചെയ്തത്. സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായി പറഞ്ഞതിനെ കുറിച്ച് വിശദീകരണം തേടുമെന്നും വിശദമായി അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞെങ്കിലും പിന്നീട് ഒന്നും സംഭവിച്ചില്ല. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ടുള്ള മന്ത്രി സജി ചെറിയാന്റെ വിമർശനത്തിനും പണ്ടത്തെ മറുപടി തന്നെയാണ് ശിവൻകുട്ടിക്ക് നൽകാനുള്ളത്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ നിലവാര തകർച്ചയെ വിമർശിക്കുന്ന മന്ത്രി സജി ചെറിയാനും അതിനോട് യോജിക്കാത്ത മന്ത്രി ശിവൻകുട്ടിയും ഈ അവസ്ഥയ്ക്ക് ഒരുപോലെ ഉത്തരവാദികളാണ്. വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ ക്രിയാത്മകമായി യാതൊന്നും ചെയ്യാത്ത, അതിന് സമയമില്ലാത്ത ഒരു സർക്കാരിന്റെ പ്രതിനിധികളാണ് രണ്ടുപേരും. കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നേറിയെന്ന അവകാശവാദം അടിസ്ഥാനരഹിതമാണ്. ഇവിടെ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അത് തെളിയിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഇടതുമുന്നണി സർക്കാരിന് ആത്മാർത്ഥമായ യാതൊരു താല്പര്യവുമില്ലെന്ന് വ്യക്തമാക്കുന്നതാണല്ലോ രാഷ്ട്രീയ ഗുണ്ടായുസത്തിന് പേരുകേട്ട CPM നേതാവിനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേരയിൽ കൊണ്ടിരുത്തിയ നടപടിയും.